Hi all, welcome to Masterminds Education Online Classes. So ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പുതിയ ചാപ്റ്ററാണ് വേവ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററാണ്. സോ വേവ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം നമുക്ക് എന്താണ് ഓർമ്മ വരിക അല്ലേ? കടലിലെ തിരമാല അല്ലേ? വേവ്സ് എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ കണ്ടിട്ടുള്ള വേവ്സ് എവിടെയാണ്? കടലിലാണ് അല്ലേ? തിരമാല എങ്ങനെയാണ് ഒരു വേവ്സ് രൂപത്തിലാണ് നമുക്ക് കാണപ്പെടുന്നത്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് വേവ്സ്, എങ്ങനെയാണ് ഒരു വേവ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്, അത് എത്ര ടൈപ്സ് ഉണ്ട് എന്നതൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നോക്കാം, വാട്ട് ഈസ് വേവ്? എന്താണ് വേവ്? ഞാൻ പറഞ്ഞു വേവ്സ് എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ എന്താണ്, അതൊരു ഒബ്ജക്റ്റ് നമ്മൾ എന്താണ്, ഒരു സ്ട്രിങ് നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഒരു അറ്റാച്ച് ചെയ്തിട്ടൊരു സ്ട്രിങ്, ആ സ്ട്രിങ്ങിൽ ഞാൻ ജസ്റ്റ് ഒരു വൈബ്രേഷൻ കൊടുക്കുക അല്ലേ? ഞാൻ ജസ്റ്റ് ഒരു വൈബ്രേഷൻ അല്ലെങ്കിൽ ഒരു ഡിസ്റ്റർബൻസ് കൊടുക്കുമ്പം ആ ഒരു സ്ട്രിങ് വൈബ്രേറ്റ് ചെയ്യുന്നത് ഒരു വേവിൻ്റെ രൂപത്തിലായിരിക്കും അതിൽ വൈബ്രേഷൻസ് ഉണ്ടാവുന്നത്. സോ വേവ് എന്ന് പറഞ്ഞിട്ടാണ് ദ പ്രൊപ്പഗേഷൻ ഓഫ് എ ഡിസ്റ്റർബൻസ് ഫ്രം വൺ പോയിന്റ് ഓഫ് എ മീഡിയം ടു അനദർ പാർട്ട് ഓഫ് ഇറ്റ്. ഒരു പോയിന്റിലൂടെ മറ്റൊരു പോയിന്റിലേക്ക് വേവ്, അതായത് ഡിസ്റ്റർബൻസ് നമ്മൾ കൊടുക്കുമ്പോൾ ആ വേവിൽ ഉണ്ടാകുന്ന വൈബ്രേഷൻസ് ആണ് അതിങ്ങനെ പാസ് ചെയ്തിട്ട് ആ പാർട്ടിക്കിൾ ഒരു പൊസിഷനിൽ നിന്ന് മറ്റു പൊസിഷനിലേക്ക് ചേഞ്ച് ചെയ്യുന്നത്. സോ നമുക്ക് സിമ്പിളായിട്ട് നമ്മൾ പറയാം, ഏതെങ്കിലും ഒരു സ്ട്രിങ്ങിന് നമ്മളൊരു ഡിസ്റ്റർബൻസ് കൊടുക്കുക, ജസ്റ്റ് ഒന്ന് ഇളക്കി വെക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ, ജസ്റ്റ് അതിലൊരു ഓളം പോലെ ഒരു വേവ്സ് നിങ്ങൾക്ക് കാണാമല്ലോ. അത് തന്നെയാണ് വേവ്സിൽ പറയുന്നത്, പ്രൊപ്പഗേഷൻ ഓഫ് എ ഡിസ്റ്റർബൻസ് ഫ്രം വൺ പോയിന്റ് ഓഫ് എ മീഡിയം ടു അനദർ പാർട്ട് ഓഫ് ഇറ്റ്. The mode of transfer of energy from one point to another without the transfer of matter. ഇവിടെ എന്താണ്, പാർട്ടിക്കിൾ എല്ലാം പോകുന്നത്. നമ്മളിപ്പോൾ ഒരു വൈബ്രേഷൻ കൊടുക്കുമ്പം അവിടെ ഉണ്ടാകുന്ന പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്ത് മറ്റു സൈഡിലേക്ക് പോവില്ല. ആ പാർട്ടിക്കിൾ ഒരു പാർട്ടിക്കിളിൽ നിന്ന് മറ്റേ പാർട്ടിക്കിളിലേക്ക് അതിൻ്റെ വൈബ്രേഷൻ കൊടുക്കുന്നു. ആ പാർട്ടിക്കിൾ വേറെ പാർട്ടിക്കിളിലേക്ക് അങ്ങനെ കൊടുത്തിട്ട് ആ വൈബ്രേഷൻ ഒരു വേവിൻ്റെ ഫോമിലാണ് കാണപ്പെടുന്നത്. ഓക്കെ, അത് നിങ്ങൾക്കൊരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ഫിഗറിൽ നോക്കിയേ, ഞാൻ ഇവിടെ ഒരു ഡിസ്റ്റർബൻസ് കൊടുക്കുകയാണ്. ഈ ഒരു പോയിന്റിലാണ് ഞാൻ ഡിസ്റ്റർബൻസ് കൊടുക്കുന്നത്. ഞാൻ ആ പോയിന്റിൽ ഡിസ്റ്റർബൻസ് കൊടുക്കുമ്പോൾ ഈ പാർട്ടിക്കിൾ ഇതാ ഇങ്ങനെ ഒരു പാർട്ടിക്കിളിൽ നിന്ന് മറ്റേ പാർട്ടിക്കിളിലേക്ക് വേവ് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാണ്. കാണിച്ചു തരാം. ഞാൻ ഈ ഒരു ഏരിയയിൽ ഡിസ്റ്റർബൻസ് കൊടുത്തു. ഈ ഒരു ഏരിയയിൽ ഞാനൊരു ഡിസ്റ്റർബൻസ് കൊടുത്തു. അപ്പോൾ ഈ ഒരു പാർട്ടിക്കിളിന് വൈബ്രേഷൻ കൊടുക്കുന്നു, ഈ പാർട്ടിക്കിൾ ഇതിന് കൊടുക്കുന്നു, ഇത് ഇങ്ങോട്ട് കൊടുക്കുന്നു, അങ്ങനെ ഓരോ പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്തിട്ടാണ് വേവ് ഫോം ചെയ്യുന്നത്. അതായത് നമ്മളിവിടെ ഡിസ്റ്റർബൻസ് കൊടുക്കുമ്പോൾ ഈ പാർട്ടിക്കിൾ ഇങ്ങോട്ട് പോവുകയല്ല ചെയ്യുന്നത്, ഈ പാർട്ടിക്കിളിന് വൈബ്രേഷൻ കൊടുക്കുന്നു, അത് തിരിച്ച് ഇതിന് കൊടുക്കുന്നു. അങ്ങനെ ഓരോ പാർട്ടിക്കിളും വൈബ്രേറ്റ് ചെയ്തിട്ടാണ് ഇതൊരു വേവിൻ്റെ ഫോമിൽ നമുക്ക് കാണപ്പെടുന്നത്. നോക്കിയേ, ജസ്റ്റ് വൈബ്രേഷൻ കൊടുക്കുന്നതാണ്. ഈ ഒരു സ്ട്രിങ് പൊങ്ങി താന്നു കളിക്കുന്നു, നമ്മൾ വൈബ്രേഷൻ കൊടുക്കുമ്പോൾ ജസ്റ്റ് ഒരു വേവിൻ്റെ ഫോമിൽ കാണപ്പെടുന്നു. ഇങ്ങനെയാണ് ഒരു വേവ് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് കാണിക്കുന്നത്. ഇനി നമുക്ക് ഈ വേവ്സിനെ ജനറലി നമുക്ക് 3 ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാം. മെക്കാനിക്കൽ വേവ്സ്, നോൺ മെക്കാനിക്കൽ വേവ്സ്, ദെൻ മാറ്റർ വേവ്സ്. എന്താണ് മെക്കാനിക്കൽ വേവ്സ് എന്ന് പറഞ്ഞാൽ? മെക്കാനിക്കൽ വേവ്സിന് എപ്പോഴും ഒരു മീഡിയം ആവശ്യമാണ്. ഒരു മീഡിയം റിക്വയർഡ് ആയിട്ടുള്ള വേവ്സിനെയാണ് നമ്മൾ മെക്കാനിക്കൽ വേവ്സ് എന്ന് പറയുന്നത്. സോ ഫോർ എക്സാമ്പിൾ സൗണ്ട് വേവ്സ്, വാട്ടർ വേവ്സ് ഒക്കെ. സൗണ്ട് വേവ്സ് എങ്ങനെയാണ്? നമ്മളിപ്പോൾ സംസാരിക്കുന്നത് ഒരു മീഡിയം ഉണ്ട് അല്ലേ? എയർ എന്ന് പറഞ്ഞിട്ടുള്ള മീഡിയത്തിലാണ് നമ്മൾ സംസാരിക്കുക. എയർ എന്ന മീഡിയം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ സംസാരിക്കുന്നത് മറ്റൊരാൾക്ക് കേൾക്കുള്ളൂ. അതിപ്പോൾ വാക്വത്തിലാണെങ്കിൽ നമുക്കത് കേൾക്കുമോ? ഇല്ല. സോ എപ്പോഴും ഒരു മീഡിയം റിക്വയർഡ്, എയർ എന്ന് പറഞ്ഞിട്ട് മീഡിയത്തിലൂടെയാണ് നമ്മൾ സംസാരിക്കുന്നത്, മറ്റുള്ളവർക്ക് കേൾക്കുന്നത്. അതുപോലെ നമ്മൾ വാട്ടറിൻ്റെ കേസ് എടുക്കുകയാണ്. വാട്ടറിൽ നമ്മൾ ഒരു കല്ലിടാം, ഒരു സ്റ്റോൺ നമ്മൾ വാട്ടറിൽ ഇടുമ്പോൾ എന്താണ്, അതിലൊരു വേവ്സ് ഉണ്ടാവുന്നില്ലേ? അതാണ് വാട്ടർ വേവ്സ്. സോ അതിനും എന്താണ്, അവിടെ എന്താണ് മീഡിയം ഏതാണ്? വാട്ടർ ആണോ സ്റ്റോൺ ആണോ വാട്ടർ വേവ്സിൽ ഉണ്ടാവുന്ന മീഡിയം? അതെ, വാട്ടർ ആണ് മീഡിയം അല്ലേ? വാട്ടർ എന്ന് പറഞ്ഞ മീഡിയത്തിലേക്ക് നമ്മളൊരു സ്റ്റോൺ ഇടുമ്പോഴാണ് അവിടെ വേവ്സ് ഫോം ചെയ്യുന്നത്. സോ മെക്കാനിക്കൽ വേവ്സിന് വരുന്ന 2 എക്സാമ്പിൾസ് ആണ് സൗണ്ട് വേവ്സ് ആൻഡ് വാട്ടർ വേവ്സ്. എക്സാമ്പിൾസ് ആണ് സൗണ്ട് വേവ്സും വാട്ടർ വേവ്സും. ഇത് രണ്ടുമാണ് മെക്കാനിക്കൽ വേവ്സിൻ്റെ എക്സാമ്പിൾസ്. മീഡിയം റിക്വയർഡ്. സൗണ്ട് വേവ്സിൻ്റെ ആണെങ്കിൽ മീഡിയം എയർ ആണ്, വാട്ടർ വേവ്സിൻ്റെ ആണെങ്കിൽ മീഡിയം വാട്ടറും. ദെൻ സെക്കൻഡ് വൺ നോൺ മെക്കാനിക്കൽ വേവ്സ്. മെക്കാനിക്കൽ വേവ്സിൽ മീഡിയം റിക്വയർഡ് ആണ്. അപ്പോൾ നോൺ മെക്കാനിക്കൽ വേവ്സിലോ
നോൺ മെക്കാനിക്കൽ വേവ്സിൽ നമുക്ക് മീഡിയത്തിൻ്റെ ആവശ്യമില്ല. മീഡിയം റിക്വയർഡ് അല്ലാത്ത വേവ്സിനെയാണ് നമ്മൾ നോൺ മെക്കാനിക്കൽ വേവ്സ് എന്ന് പറയാം. ഇതിൻ്റെ എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം എക്സ് റേ, ഗാമ റേ, യു വി റേസ്. അതൊക്കെയാണ് എന്ത് നോൺ മെക്കാനിക്കൽ വേവ്സിൻ്റെ എക്സാമ്പിൾ. എക്സ് റേസ്, ഗാമ റേസ്, യു വി റേസ് എക്സെട്രയാണ് നോൺ മെക്കാനിക്കൽ വേവ്സിൻ്റെ എക്സാമ്പിൾ. ദെൻ ഫൈനലി മാറ്റർ വേവ്സ്. മാറ്റർ വേവ്സ് എന്ന് പറഞ്ഞാൽ പ്രോട്ടോൺ, ന്യൂട്രോൺസ്, ഇലക്ട്രോൺസ് പോലെയുള്ള സബ്സ്റ്റൻസിൻ്റെ മാറ്ററിൻ്റെ ആ ഒരു വൈബ്രേഷനോ അല്ലെങ്കിൽ ആ ഒരു പ്രൊപ്പഗേഷനെയാണ് നമ്മൾ മാറ്റർ വേവ്സ് എന്ന് പറയുന്നത്. സോ ഇത്രയാണ് നമ്മൾ വേവ്സിനെ ജനറലി കാറ്റഗറൈസ് ചെയ്യുക. ഇനി നമുക്ക് മെയിനായിട്ട് 2 കാറ്റഗറൈസേഷൻ ഉണ്ട്. അതെന്താണെന്ന് നോക്കാം. സോ വേവ്സിനെ നമുക്ക് മെയിനായിട്ട് 2 ടൈപ്സ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ഫസ്റ്റ് വൺ ട്രാൻസ്വേഴ്സ് വേവ് ആൻഡ് ദ സെക്കൻഡ് വൺ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ നോക്കിയടാ, ഞാൻ ഇവിടെ ഒരു ഡിസ്റ്റർബൻസ് കൊടുക്കുക. ജസ്റ്റ് ഞാൻ അതൊന്ന് പൊക്കിയും താത്തിയും കളിക്കുക. അപ്പോൾ ഇവിടെ പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുന്നതും പാർട്ടിക്കിളിൻ്റെ പ്രൊപ്പഗേഷൻ, വേവിൻ്റെ പ്രൊപ്പഗേഷനും ഇങ്ങോട്ടായിരിക്കില്ലേ പ്രൊപ്പഗേഷൻ. പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുന്നത് ഇങ്ങോട്ട്, ഞാനിങ്ങനെ ഡിസ്റ്റർബൻസ് കൊടുക്കുമ്പോൾ മുകളിലോട്ട് പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങനെ ആക്ട് ചെയ്യും. വൈബ്രേഷൻ ഇങ്ങനെയും പാസ് ചെയ്യും. സോ ഇങ്ങനെ പെർപെൻഡിക്കുലർ ആക്ട് ചെയ്യുന്നതും ഇവിടെ ഫോം ചെയ്യുന്ന ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി ആയിരിക്കും ഇവിടെ ഫോം ചെയ്യുന്ന ആംഗിൾ ഉണ്ടാവുക. ഇങ്ങനെ ഫോം ചെയ്യുന്ന ആംഗിൾ 90 ഡിഗ്രിയും ഈ വേവിൻ്റെ പ്രൊപ്പഗേഷനും ഇങ്ങനെ പെർപെൻഡിക്കുലറി പോകുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറയാം. ഓക്കെ, ക്ലിയർ അല്ലേ? സോ ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന വൈബ്രേഷനും പാർട്ടിക്കിളിൻ്റെ വൈബ്രേഷനും അതുപോലെ വേവിൻ്റെ പ്രൊപ്പഗേഷനും പെർപെൻഡിക്കുലർ ആയിട്ടാണ് പോകുന്നതെങ്കിൽ അതിന് നമ്മൾ ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറയും. സോ ഇനി ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് എങ്ങനെയാടാ? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിൽ പെർപെൻഡിക്കുലർ അല്ല, നമ്മൾ പാർട്ടിക്കിൾസിൻ്റെ വൈബ്രേഷനും വേവ്സും പാരലലി ആയിട്ടാണ് പോകുന്നതെങ്കിൽ അതിന് നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് എന്ന് പറയും. സോ ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം, 1 by 1. ഞാൻ പറഞ്ഞു കണ്ടോ, ഇങ്ങനെയാണ് ഇതിൽ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിൽ വൈബ്രേഷൻ പാസ് ചെയ്യുന്നത്. ട്രാൻസ്വേഴ്സ് വേവ്സിൽ എങ്ങനെയാ? ഇങ്ങനെ വേവ്സ് പോലെ. ഇതിൽ പാരലലി, ഇത് പെർപെൻഡിക്കുലറി ആണ് ആക്ട് ചെയ്യുന്നത്. ഇത് ലോഞ്ചിറ്റ്യൂഡിനൽ വേവും ഇങ്ങനെയാണ് ട്രാൻസ്വേഴ്സ് വേവ് ആക്ട് ചെയ്യുന്നത്. ഇനി നോക്കിയടാ, ട്രാൻസ്വേഴ്സ് വേവ് എന്താണ്? ട്രാൻസ്വേഴ്സ് വേവ് പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞു പാർട്ടിക്കിൾസ് എങ്ങനെയാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്? പെർപെൻഡിക്കുലർ, അതായത് അവിടെ ഫോം ചെയ്യുന്ന ആംഗിൾ എത്രയാടാ? 90 ഡിഗ്രി ആയിരിക്കും ഇവിടെ ഫോം ചെയ്യുന്ന ആംഗിൾ. പാർട്ടിക്കിളിൻ്റെ വൈബ്രേഷനും അതുപോലെ വേവിൻ്റെ പ്രൊപ്പഗേഷനും പെർപെൻഡിക്കുലർ ആയിട്ട് ആക്ട് ചെയ്യുക. അവിടെ ഫോം ചെയ്യുന്ന ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ വേവ്സ് ഓൺ എ സ്ട്രിങ്. സ്ട്രിങ്ങിൽ ഉണ്ടാവുന്ന വേവ്സ്, ഒരു സ്ട്രിങ്ങിൽ നമ്മൾ ജസ്റ്റ് ഡിസ്റ്റർബൻസ് കൊടുക്കുമ്പോൾ അതിലുണ്ടാവുന്ന വേവ്സ് ആണ് ട്രാൻസ്വേഴ്സ് വേവിൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. ഇനി നോക്കിയടാ, ഇങ്ങനെയല്ലേ വേവ്സ് ഫോം ചെയ്യുന്നത്? ഈ ട്രാൻസ്വേഴ്സ് വേവിൻ്റെ അപ്പർ പാർട്ട് ഫോം ചെയ്യുന്ന വേവിന് നമ്മൾ ക്രസ്റ്റ് എന്നും ലോവർ പാർട്ടിൽ ഫോം ചെയ്യുന്ന വേവിന് നമ്മൾ ട്രഫ് എന്നുമാണ് പറയാം. ക്രസ്റ്റ്, ട്രഫ് അങ്ങനെ പോകും. അപ്പർ പൊസിഷനിലുള്ള ഏറ്റവും ഹൈ വേവിന് നമ്മൾ ക്രസ്റ്റ് എന്നും ലോവർ പൊസിഷനിലുള്ള വേവിന് നമ്മൾ ട്രഫ് എന്നുമാണ് പറയുന്നത്. സോ ട്രാൻസ്വേഴ്സ് വേവ് എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഓക്കെ, ജസ്റ്റ് വൈബ്രേഷൻ കൊടുക്കുമ്പോൾ വേവ് ഇങ്ങനെയാണ് പാസ് ചെയ്യുന്നത് കേട്ടോ പറയുന്നത്. ഇനി അടുത്തത് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്. എന്താണ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്? ഞാൻ പറഞ്ഞു പാർട്ടിക്കിൾസിൻ്റെ വൈബ്രേഷനും വേവിൻ്റെ പ്രൊപ്പഗേഷനും പാരലൽ ആയിട്ട് ഒരേമാതിരിയാണ് പോകുന്നതെങ്കിൽ അതിന് നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് എന്ന് പറയുന്നു. ഇവിടെ നോക്കടാ, വേവ്സിൻ്റെ ഫോർമേഷൻ ഡെൻസിറ്റി കൂടി കുറഞ്ഞ് എങ്ങനെയല്ലേ കാണിക്കുന്നത്? ഓക്കെ, ഈ ഡെൻസിറ്റി കൂടുതലായിട്ടുള്ളതിനെ നമ്മൾ, അതായത് ഇവിടെ തിക്നെസ് കൂടുതലുള്ള ഭാഗത്തിന് നമ്മൾ കംപ്രഷൻ എന്നും പറയും. തിക്നെസ് കുറവുള്ള പോർഷനെ നമ്മൾ ഡ്രയർ ഫ്രാക്ഷൻ എന്നും പറയും. കംപ്രഷൻ ആൻഡ് ഡ്രയർ ഫ്രാക്ഷൻ ആണ് 2 ടേംസ് ഇതിൽ വരുന്നത്. തിക്നെസ് കുറവുള്ളതിനെ ഡ്രയർ ഫ്രാക്ഷനും തിക്നെസ് കൂടുതലുള്ളതിനെ നമ്മൾ കംപ്രഷനും എന്നാണ് പറയുന്നത്. വൈബ്രേഷൻ ആ പാരലൽ ടു ദ ഡയറക്ഷൻ ഓഫ് വേവ് ട്രാവൽ. വേവ് ട്രാവൽ ചെയ്യുന്നതിന് പാരലൽ ആയിട്ടാണ് വൈബ്രേഷൻ ഉണ്ടാവുന്നത്. The particle vibrate parallel to the direction of propagation. പ്രൊപ്പഗേഷന് പാരലൽ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിനെ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് എന്ന് പറയുന്നു. ഫോർ എക്സാമ്പിൾ സൗണ്ട് വേവ്സ്. എങ്ങനെയാണ് സൗണ്ട് വേവ്സ് നോക്കാം.
ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിൽ സൗണ്ട് വേവ്സ് നോക്കിയാൽ നമ്മൾ സൗണ്ട് കേൾക്കുമ്പോൾ ആ സോഴ്സിൽ നിന്ന് നമ്മളുടെ ഇയറിലോട്ട് അത് പാരലലി ആണത് ട്രാവൽ ചെയ്യുന്നത് അല്ലേ. നോക്ക്, സൗണ്ട് സോഴ്സിൽ നിന്ന് കേൾക്കുന്നു, ആംപ്ലിറ്റ്യൂഡ് ഇതാ എക്സ്പാൻഷനും കംപ്രഷനും റയർഫ്രാക്ഷനും ഇവിടെ വരുന്നുണ്ട്, എന്നിട്ടാണ് നമ്മളത് ഇയറിലൂടെ നമ്മൾ കേൾക്കുന്നത് അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് പാസ് ചെയ്യുന്നത്. നമുക്ക് നിങ്ങൾക്ക് ഞാനൊരു ഫിഗർ കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു. നോക്കിയടാ, ഇവിടെ നോക്ക്, കംപ്രഷനും റയർഫ്രാക്ഷനും കാണിക്കുന്നത് കുറച്ച് തിക്നെസ് കൂടുന്നുണ്ട്, ചില പൊസിഷനിൽ തിക്നെസ് കുറയുന്നുണ്ട്, തിക്നെസ് കൂടുന്നുണ്ട്, കുറയുന്നുണ്ട്, അങ്ങനെയാണ് കേട്ടോ വേവ്സ് ട്രാവൽ ചെയ്യുന്നത്. ദെൻ ദിസ് ട്രാൻസ്വേഴ്സ് വേവ്. അപ്പോൾ അത്രയാണ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവും ട്രാൻസ്വേഴ്സ് വേവും പറയുന്നത്. ക്ലിയർ അല്ലേ? ട്രാൻസ്വേഴ്സ് വേവിൽ എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിളിൻ്റെ വൈബ്രേഷനും വേവിൻ്റെ ട്രാവൽ ചെയ്യുന്ന ഡയറക്ഷനും പെർപെൻഡിക്കുലർ ആണ്, ഫോം ചെയ്യുന്ന ആംഗിൾ 90 ആയിരിക്കും. പക്ഷേ ലോഞ്ചിറ്റ്യൂഡിൻ്റെ കേസിൽ എന്താണ്, പാർട്ടിക്കിളിൻ്റെ വൈബ്രേഷനും അത് ട്രാവൽ ചെയ്യുന്ന അല്ലെങ്കിൽ വേവ് ട്രാവൽ ചെയ്യുന്നതും എന്താണ്, ഡയറക്ഷൻ ഓഫ് വേവ് എങ്ങനെയായിരിക്കും, പാരലൽ ആയിട്ടാണ് ആക്ട് ചെയ്യുക. അതാണ് 2 ടൈപ്സ് വേവ്സിൽ പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് ടേംസ് ആണ് നോക്കാനുള്ളത്. Amplitude. First one is amplitude. Amplitude of a wave is the maximum displacement of any particle of the medium from its mean position. നോക്കിയടാ, ഇതൊരു വേവ് ആണ്. ഈ വേവിൻ്റെ മീൻ പൊസിഷൻ എന്നുള്ള ഈ ഒരു മീൻ പൊസിഷൻ എന്നുള്ള ഈ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടല്ലോ, ഈ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ്, ഈ വേവിൻ്റെ ഇടയിലുള്ള ഈ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ്, ആ ഒരു ഡിസ്പ്ലേസ്മെൻറ്റിനെയാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയാം. The amplitude of a wave is the maximum displacement of the particle of the medium from its mean position. ഒരു മീൻ പൊസിഷനിൽ ഉണ്ടാവുന്ന വേവിൻ്റെ മീൻ പൊസിഷനിൽ ഉണ്ടാവുന്ന വേവിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, ഈ ഒരു ഏരിയനെയാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ആംപ്ലിറ്റ്യൂഡ്. സോ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞ ടേം ക്ലിയർ അല്ലേ? ഒരു വേവിൻ്റെ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ്, ഒരു മീൻ പൊസിഷനിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു വേവിൻ്റെ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റിനെയാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുക. Then next, frequency. Frequency of a wave is the number of vibration made by a particle of a medium per second. ഒരു സെക്കൻഡിൽ ഉണ്ടാവുന്ന വേവിൻ്റെ വൈബ്രേഷൻ, എത്ര വൈബ്രേഷൻ ആണ് ഒരു വേവ് ഒരു സെക്കൻഡിൽ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളതിനെയാണ് നമ്മൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അതിന് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഹേർട്സ് ആണ് ഫ്രീക്വൻസിൻ്റെ യൂണിറ്റ്. ഫ്രീക്വൻസിനെ നമുക്ക് ന്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ടേം കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ഇതിൻ്റെ യൂണിറ്റ് വരുന്നത് ഹേർട്സ് ആണ്. ഫ്രീക്വൻസിനെ നമുക്ക് ന്യൂ എന്ന് പറഞ്ഞിട്ടാണ് ഫ്രീക്വൻസിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദെൻ സെക്കൻഡ് വൺ, ടൈം പീരീഡ്. അപ്പോൾ നമ്മൾ ആംപ്ലിറ്റ്യൂഡ് പറഞ്ഞു, ഫ്രീക്വൻസി പറഞ്ഞു, ദെൻ ടൈം പീരീഡ്. ടൈം പീരീഡ് എന്ന് പറഞ്ഞിട്ടാണ് നമ്പർ ഓഫ് ടൈം ഫോർ വൺ കംപ്ലീറ്റ് ഓസിലേഷൻ. ഒരു കംപ്ലീറ്റ് വൈബ്രേഷന് വേണ്ടിയിട്ടുള്ള ടൈമിനെയാണ് നമ്മൾ ടൈം പീരീഡ് എന്ന് പറയുക. ഒരു വേവ് കംപ്ലീറ്റ് ആകുമ്പോൾ ഉള്ള ആ ഒരു ടൈമുണ്ടല്ലോ, ആ ടൈമിനെയാണ് നമ്മൾ ടൈം പീരീഡ് എന്ന് പറയുന്നത്. Then next, വേവ് ലെങ്ത്. എന്താണ് വേവ് ലെങ്ത്? വേവ് ലെങ്ത് എന്തായിരിക്കും? The distance traveled by wave by the time a particle completes one vibration. ഒരു ഡിസ്റ്റൻസ് അല്ലേ, വേവ് ട്രാവൽ ചെയ്യുന്ന ഈ ഒരു ഡിസ്റ്റൻസ്, ഈ ഒരു ഡിസ്റ്റൻസ് ആടാ, എത്ര ഡിസ്റ്റൻസ് ആണ് ഒരു വേവ് ട്രാവൽ ചെയ്തിട്ടുള്ളതാണ് വേവ് ലെങ്ത്. വേവ് ലെങ്ത്തിന് നമുക്ക് ലാംഡ എന്ന് പറഞ്ഞിട്ടുള്ള ടേം കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, വേവ് ലെങ്ത്തിനെ ലാംഡ എന്ന് പറഞ്ഞിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. സോ ഈ ഒരു അല്ലെങ്കിൽ സക്സസീവ് ട്രഫിൻ്റെ ഈ ഒരു ഏരിയ, സക്സസീവ് ട്രഫിൻ്റെയും സക്സസീവ് ക്രസ്റ്റിൻ്റെയും ട്രഫിൻ്റെ ഇടയിലുള്ള ഏരിയ നമ്മൾക്ക് ആ ഒരു ഡിസ്റ്റൻസിനെ നമുക്ക് ലാംഡ എന്ന് പറയും. മൊത്തം ഡിസ്റ്റൻസിനോ അല്ലെങ്കിൽ സക്സസീവ് ക്രസ്റ്റിൻ്റെയോ കോൺസിക്യൂട്ടീവ് ക്രസ്റ്റിൻ്റെയോ ഡിസ്റ്റൻസിനെ നമുക്ക് എന്തെന്ന് പറയാം? വേവ് ലെങ്ത് എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് സിംപ്ലി നമുക്ക് എങ്ങനെ പറയാം? വേവ് ലെങ്ത് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ എന്താ? ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ വേവ് ബൈ എ ടൈം ഓഫ് പാർട്ടിക്കിൾ കംപ്ലീറ്റ് വൺ വൈബ്രേഷൻ. ഒരു പാർട്ടിക്കിൾ വൺ വൈബ്രേഷൻ എപ്പോഴാണ് കംപ്ലീറ്റ് ചെയ്യടാ? ഒരു വേവിൻ്റെ കേസിൽ ഒരു വേവ് എപ്പോഴാണ് വൺ കംപ്ലീറ്റ് വൈബ്രേഷൻ എന്ന് പറയുക? ഇങ്ങനെ പോന്നിട്ട് ഇങ്ങനെ ആകുമ്പോഴല്ലേ ഒരു കംപ്ലീറ്റ് വൈബ്രേഷൻ എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ഏരിയയിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ വേവ് ലെങ്ത് ലാംഡ എന്ന് പറഞ്ഞിട്ട് ടേം കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്.
The velocity of the wave is the distance travelled by the wave in 1 second. Velocity of the wave അല്ലെങ്കിൽ speed of the wave എന്താണ്? Distance travelled by the wave in 1 second. 1 second travel ചെയ്തിട്ടുള്ള വേവിൻ്റെ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ വെലോസിറ്റി ഓഫ് ദ വേവ് എന്ന് പറയുന്നത്. Then when a wave passes from one medium to another, the velocity v and the wavelength lambda changes, but the frequency remains the same. When a wave, അതായത് വേവ് ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് പാസ് ചെയ്യുമ്പോൾ അതിൻ്റെ വെലോസിറ്റി v, അതുപോലെ ലാംഡ, വേവ് ലെങ്ത്ത് അതൊക്കെ ചേഞ്ച് ചെയ്യും, പക്ഷേ ഫ്രീക്വൻസിയിൽ ചേഞ്ചസ് ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ വേവ് ലെങ്ത്ത് ക്ലിയർ അല്ലേ? അതായത് ഒരു കോൺസിക്യൂട്ടീവ് ക്രസ്റ്റിൻ്റെയോ അല്ലെങ്കിൽ കോൺസിക്യൂട്ടീവ് ട്രഫിൻ്റെയോ ഇടയിൽ, അല്ലെങ്കിൽ എന്താണ്, ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പാർട്ടിക്കിളിൻ്റെ വൈബ്രേഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോഴുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ വേവ് ലെങ്ത് എന്ന് പറയുന്നത്. അതിന് നമുക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? ന്യൂ. ഇതിൽ കുറച്ച് ഇക്വേഷൻസ് നമുക്ക് പഠിക്കാം. നമുക്ക് ന്യൂന്, അതായത് ന്യൂ ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് പറയാം അല്ലേ? ഈ ഡിസ്റ്റൻസ് എന്ന് ഇവിടെ മീൻ ചെയ്യുന്നത് എന്തിനാണ്? ആ വേവ് ലെങ്ത്തിനെയാണ്. സോ നമുക്ക് എങ്ങനെ എഴുതാം? ലാംഡ ബൈ ടൈം എന്ന് എഴുതിക്കൂടെ? ലാംഡ ബൈ ടൈം എന്ന് എഴുതാം. നമുക്കറിയാം ഫ്രീക്വൻസി എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ വൺ കംപ്ലീറ്റ് ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു ടൈം പീരീഡ് ആണ് നമ്മൾ ഫ്രീക്വൻസി എന്ന് പറയാം. അപ്പോൾ നമുക്ക് ഫ്രീക്വൻസിനെ എഫ് ഇസ് ഈക്വൽ ടു 1/t എന്ന് എഴുതിക്കൂടെ? എഫ് ഇസ് ഈക്വൽ ടു 1/t എഴുതിക്കൂടെ? അപ്പോൾ നമുക്ക് ന്യൂ ദാറ്റ് ഇസ് ഈക്വൽ ടു ലാംഡ എഫ് എന്ന് എഴുതിക്കൂടെ? ന്യൂ ഇസ് ഈക്വൽ ടു ലാംഡ എഫ് എന്ന് എഴുതിക്കൂടെ? ഇവിടെ നോക്കിയേ, ഇത് ലാംഡ ഇൻറ്റു 1/t അല്ലേ? അതിനല്ലേ നമ്മൾ ലാംഡ ബൈ ടി എന്ന് എഴുതാം. സോ ലാംഡ ബൈ ടി എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രീക്വൻസി അല്ലേ? സോ ന്യൂ ഇസ് ഈക്വൽ ടു ലാംഡ എഫ് എന്ന് എഴുതിക്കൂടെ? സോ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് വേവ്സ് എന്ന് പഠിച്ചു, വേവ്സിൻ്റെ കുറച്ച് ടൈപ്സ് പഠിച്ചു, പിന്നെ കുറച്ച് ടേംസ്, അതായത് ആംപ്ലിറ്റ്യൂഡ്, വേവ് ലെങ്ത്ത്, ടൈം പീരീഡ്, ഫ്രീക്വൻസി, അങ്ങനെ കുറച്ച് ടേംസും പഠിച്ചു. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. താങ്ക് യു.